ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിലേക്ക്. അനന്തു കൃഷ്ണൻ ഒരു പൊളിറ്റിക്കൽ ഫണ്ടറാണെന്ന് വ്യക്തമായി. ആർക്കൊക്കെയാണ് പണം നൽകിയത്? അനന്തു കൃഷ്ണനിൽ നിന്ന് പാർട്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി 2.5 ലക്ഷം രൂപയാണ് CPM അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ നൽകിയത്. മൂലമറ്റം ഏരിയ കമ്മിറ്റിക്കാണ് പണം നൽകിയത്. അനന്തു കൃഷ്ണന്റെ ഒരു പരിപാടിയിൽ താനും പങ്കെടുത്തിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഭയമില്ലെന്നും CV വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. അനന്തുകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലുമായിട്ട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയരുന്നുണ്ട്. പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പം 25 ലക്ഷം രൂപ മേടിച്ചെന്നാണ് പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട, എനിക്ക് സ്വകാര്യമായ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. ഞാൻ പാർട്ടി ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും പല ആളുകളോടും ചിലപ്പോൾ പ്രാദേശിക പാർട്ടി ഘടകങ്ങളെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത വന്നപ്പോഴേ എനിക്ക് കാശ് കിട്ടിയത് എവിടെ നിന്നെന്ന് അറിയണമല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മൂലമറ്റം ഏരിയ കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് ഇയാളുമായി സംസാരിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 14-ാം തീയതി 2.5 ലക്ഷം രൂപ CPMൻ്റെ അക്കൗണ്ടിലേക്ക് മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ പണത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് CPMന് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം. ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ അവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുള്ളൊരു ചോദിച്ചോട്ടെ. ഇപ്പം CPMനെ ചോദ്യം ചെയ്യാൻ ആരും ഭയമില്ലെന്ന്. നിയമപരമായിട്ടില്ലാത്ത വസ്തുതയില്ലാത്ത മാധ്യമങ്ങൾ എൻ്റെ പേരിൽ കട്ടിച്ചോദിച്ചാൽ ഞാൻ ആ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അത് സ്വീകരിക്കാൻ നല്ല ചങ്കുറപ്പെനിക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കുണ്ട് നല്ല ചങ്കുറപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് UDFൻ്റെ അഴിമതി, UDFന് ഇപ്പോൾ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. മറ്റു പാർട്ടികൾ കൊടുത്തതിൻ്റെ ഭാഗമായി CPMനെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമില്ല. കാരണം CPMന് ഇത്രയും ബന്ധപ്പെട്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയി. അന്ന് നിങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ അന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൾട്ടിനാഷണൽ കമ്പനിയുടെ പണം വാങ്ങിച്ചുകൊണ്ട് ഇത്തരം പദ്ധതി നടക്കുന്ന തട്ടിപ്പാണോ എന്ന് പരിശോധിക്കണം. ഒന്ന്. 2, ഇവിടെ നീതി ആയോഗ് പദ്ധതി അനുസരിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. എല്ലാ സ്ത്രീകൾക്കും സ്കൂട്ടർ കൊടുക്കുന്നതിനോട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം. അവിടെ അദ്ദേഹത്തെ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ പുകഴ്ത്തി. ഒരുപക്ഷെ നിങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എല്ലാവരും പുകഴ്ത്തിയിട്ടുണ്ട്. ഞാനൊരു പുകഴ്ത്തലും നടത്തിയില്ല. അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണമാണ് കേട്ടത്. പാർട്ടി 2.5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വാങ്ങിയതാണ് എന്നാണ് CV വർഗീസ് പറയുന്നത്. വ്യക്തിപരമായി താനൊരു പണവും വാങ്ങിയിട്ടില്ല അനന്തു കൃഷ്ണനിൽ നിന്ന് എന്ന് പറയുന്നു. അനന്തുവിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഇടുക്കി ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമ്മതിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ CPMന് വേണ്ടി വാങ്ങി. 25 ലക്ഷം രൂപ ചില നേതാക്കൾ വാങ്ങി എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉയർന്ന ആരോപണം. 46 ലക്ഷം രൂപ ഇടുക്കിയിൽ തന്നെ മറ്റൊരു നേതാവിനും കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സന്ദീപ്, ഇപ്പോൾ 25 ലക്ഷം രൂപ CV വർഗീസ് വാങ്ങി എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ അത് തള്ളിക്കളയുകയാണ് CV വർഗീസ്. എന്നാൽ പാർട്ടിക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുവല്ലേ? ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട പണ ഇടപാടിൽ, അതായത് വ്യക്തിപരമായി 1 രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല. പക്ഷേ പാർട്ടി ഫണ്ടിലേക്ക് ഇല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് CV വർഗീസ് വ്യക്തമാക്കുന്നത്. അത് 25 ലക്ഷം രൂപയല്ല, നേരെ മറിച്ച് 2.5 ലക്ഷം രൂപ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണമായി ഇട്ട് നൽകിയിട്ടുണ്ട് എന്ന് CV വർഗീസ് സമ്മതിക്കുകയാണ്. ഈ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ ഫണ്ട് കൊടുക്കുകയും ഫണ്ടിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അനന്തു കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇടുക്കിയിലെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 40 ലക്ഷവും 25 ലക്ഷവും അടക്കം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് CV വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രാദേശിക പാർട്ടിയെ സഹായിക്കണമെന്ന തരത്തിൽ വന്നപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2.5 ലക്ഷം രൂപ ഏപ്രിൽ മാസം 14-ാം തീയതി മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക്
പണമായി ഇട്ട് നൽകുകയും ചെയ്തു. അതല്ലാതെ ഈ അനന്തു കൃഷ്ണനുമായിട്ട് യാതൊരുവിധ ബന്ധവും CPM-ന് ഇല്ല എന്നതാണ് ഇടുക്കി ജില്ലയിൽ CV വർഗീസ് വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പ് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. അത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷണിച്ചത്. ആ പരിപാടിയിൽ ചെന്നിരുന്നപ്പോൾ ഇത്തരം നടത്തുന്ന പരിപാടികളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾക്ക് സൗജന്യമായി നൽകുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിരുന്നു താൻ അവിടെ ഉന്നയിച്ചിരുന്നത്. അക്കാര്യത്തിൽ അത്തരത്തിലുള്ള വ്യക്തമായ നിലപാട് മുമ്പ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു വിധമായിട്ടുള്ള പേടിയുമില്ല, ഭയവുമില്ല. താൻ പണം വാങ്ങി എന്നത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ അനന്തു കൃഷ്ണനാണ്, അയാൾ തെളിയിക്കട്ടെ എന്ന തരത്തിലാണ് CV വർഗീസ് എന്തായിരുന്നാലും പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുവിധ ഇടപാടും പാർട്ടിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിരുന്നു, പാർട്ടി പ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ പാർട്ടിക്ക് പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന തരത്തിലേക്ക് വന്നിരുന്നു. ആ ഒരു നിലപാടാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും CV വർഗീസ് അടക്കമുള്ള നേതൃത്വം സ്വീകരിക്കുന്നത്. എന്തായിരുന്നാലും 25 ലക്ഷത്തിന്റെ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ്. ഒപ്പം 2.5 ലക്ഷം രൂപ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് വാങ്ങിയിരിക്കുന്നു, മൂലമറ്റം ഏരിയ കമ്മിറ്റിയിലേക്ക് എന്നും CV വർഗീസ് സമ്മതിക്കുന്നു. താങ്ക് യു. സന്ദീപ് രാജാക്കാടാണ് ചേർന്നത്.